Hi students, welcome to Botany online class. In the previous class we had completed the lesson Plant Kingdom. Today we are going to start a new chapter and the name of the chapter is Morphology of Flowering Plants. കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാന്റ് കിങ്ഡം നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. വാട്ട് ഈസ് മോർഫോളജി? എന്താണ് മോർഫോളജി എന്ന് പറഞ്ഞാൽ? എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓർ എക്സ്റ്റേണൽ സ്ട്രക്ചർ, അതിനാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതായത് ആൻജിയോസ്പോംസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻജിയോസ്പോംസ് അല്ലേ പഠിച്ച് നിർത്തുന്നത്. അപ്പോൾ ആൻജിയോസ്പോംസിൻ്റെ മോർഫോളജി, അതായത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആൻജിയോസ്പോംസ് ഷോ എ ലാർജ് ഡൈവേഴ്സിറ്റി ഇൻ എക്സ്റ്റേണൽ സ്ട്രക്ചർ. അപ്പോൾ ആൻജിയോസ്പോംസിനെ നമ്മൾ അന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ് ആയ ഉൾഫിയ മുതൽ ടോളസ്റ്റ് ആയ യൂക്കാലിപ്റ്റസ് വരെ ആ ഒരു റേഞ്ചിലാണ് ആൻജിയോസ്പോംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവയ്ക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോർഫോളജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതായത് ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് റൂട്ട്സ്, സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ ആൻജിയോസ്പോംസ് ആയതുകൊണ്ട് അവയ്ക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്, ദെൻ ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എക്സെട്ര അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അതായത് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്. ഓക്കെ, അതായത് ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറമേ എന്തൊക്കെ കാണുന്നു, ഒരു പ്ലാന്റിനെ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാണാൻ പറ്റും. പിഴുതെടുത്തു കഴിഞ്ഞാൽ റൂട്ടോട് കൂടിയാണ് പിഴുതെടുക്കുന്നത് അല്ലേ. അപ്പോൾ റൂട്ടുണ്ട്, സ്റ്റെമ്മുണ്ട്, ലീഫുണ്ട്, ഫ്ലവറുണ്ട്, ഫ്രൂട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കണം. When you pull out a weed, you will see all of them have roots, stems and leaves. They may be bearing flowers and fruits. The underground part of the flowering plant is the root system, while the portion above the ground forms the shoot system. ഇനി നമ്മളൊരു ഏതെങ്കിലും ഒരു ചെടി ഇങ്ങനെ പിഴുതെടുക്കുകയാണ്. പിഴുതെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റൂട്ട് കാണും, സ്റ്റെമ്മ് കാണും, ലീവ്സ് കാണും, ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവും, ഫ്രൂട്ട് ഉണ്ടാവും അല്ലേ. ദ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ് ഈസ് ദ റൂട്ട് സിസ്റ്റം. ഇനി മണ്ണിനടിയിലുള്ള പ്ലാന്റ് പാർട്ടിനെ റൂട്ട് സിസ്റ്റം എന്നും മണ്ണിന് മുകളിലുള്ള പോർഷനെ ഷൂട്ട് സിസ്റ്റം എന്നുമാണ് വിളിക്കുന്നത്. ദ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ് ഈസ് ദ റൂട്ട് സിസ്റ്റം, വൈൽ ദ പോർഷൻ എബവ് ദ ഗ്രൗണ്ട് ഫോംസ് ദ ഷൂട്ട് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് റൂട്ടിനെ കുറിച്ചാണ്. എന്താണ് റൂട്ട്, റൂട്ടിൻ്റെ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് ഒക്കെ പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ റൂട്ട്. In majority of the dicotyledonous plants, the direct elongation of the radicle leads to the formation of primary root. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈക്കോട്ടും മോണോക്കോട്ടും ഒക്കെ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മിക്കവാറും എല്ലാ ഡൈക്കോട്ട്സിലും റാഡിക്കിൾ ഡയറക്റ്റായിട്ട് എന്തായിട്ട് മാറുകയാണെന്നറിയോ? പ്രൈമറി റൂട്ടായിട്ട് മാറും. ഒരു വിത്ത് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ രണ്ട് ഭാഗങ്ങളാണ് ആദ്യം പൊടിച്ചു വരിക. നിങ്ങൾ പയറൊക്കെ പൊടിക്കുന്നത് കണ്ടു കാണും. അപ്പോൾ ഒരു ഭാഗം മുകളിലേക്കും ഒരു ഭാഗം താഴേക്കും വരും. ആ താഴേക്ക് വരുന്ന ഭാഗത്തെ നമ്മൾ റാഡിക്കിൾ എന്നും മുകളിലേക്ക് പോകുന്ന ഭാഗത്തെ പ്ലിമ്യൂൾ എന്നുമാണ് പറയുന്നത്. അപ്പോൾ റാഡിക്കിൾ സ്വാഭാവികമായിട്ടും റൂട്ട് സിസ്റ്റമായിട്ടും പ്ലിമ്യൂൾ ഷൂട്ട് സിസ്റ്റമായിട്ടുമാണ് മാറുന്നത്. അപ്പോൾ അതാണ് ഇവിടെ റാഡിക്കിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ റാഡിക്കിൾ ഡയറക്റ്റായിട്ട് എന്തായിട്ട് മാറുകയാണ്? പ്രൈമറി റൂട്ടായിട്ട് മാറും. ഇനി ഇറ്റ് ബെയർസ് ലാറ്ററൽ റൂട്ട്സ് ഓഫ് സെവറൽ ഓർഡേഴ്സ് ദാറ്റ് ആർ റെഫേർഡ് ടു ആസ് സെക്കൻഡറി, ടോർഷറി, എക്സെട്ര. അപ്പോൾ പ്രൈമറി റൂട്ടിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യുന്നു? സെക്കൻഡറി റൂട്ട്സ്, ടാർഷറി റൂട്ട്സ് എന്നിങ്ങനെ അറൈസ് ചെയ്യും. ദ പ്രൈമറി റൂട്ട്സ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം.
അപ്പോൾ ഡൈക്കോട്സിൽ പൊതുവേ കാണപ്പെടുന്ന റൂട്ട് സിസ്റ്റമാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഡൈക്കോട്സിൽ പൊതുവെ കാണപ്പെടുന്ന റൂട്ട് സിസ്റ്റമാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അപ്പോൾ ദ പ്രൈമറി റൂട്ട്സ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ആസ് സീൻ ഇൻ ദ മസ്റ്റാർഡ് പ്ലാന്റ്. In monocotyledonous plant, the primary root is short-lived and is replaced by a large number of roots. ഇനി മോണോകോട്സിലാണെങ്കിൽ പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്, വളരെ കുറച്ച് കാലത്തേക്ക് നിലനിൽക്കുള്ളൂ. അത് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഉണ്ടല്ലോ കുറേ റൂട്ട്സ് ഇങ്ങനെ ഒരുമിച്ച് റൈസ് ചെയ്യും. These roots originated from the base of the stem and constitute the fibrous root system. ആ സ്റ്റെമ്മിൻ്റെ ബേസിലായിട്ട് കുറേ റൂട്ട്സ് ഇങ്ങനെ റൈസ് ചെയ്തിട്ട് അത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും. നിങ്ങൾ തെങ്ങിൻ്റെ വേരൊക്കെ കണ്ടിട്ടില്ലേ? തെങ്ങിൻ്റെ വേരിങ്ങനെ മറ്റുള്ള മരങ്ങളുടെ വേര് കണക്കാണ് അല്ല, അതിൻ്റെ ചോട്ടിൽ നിന്ന് കുറേ റൂട്ട്സ് ഇങ്ങനെ റൈസ് ചെയ്ത് നിൽക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പുൽച്ചെടി അല്ലെങ്കിൽ ഒരു നെല്ലോ ഒക്കെ പുഴുത് നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റെമ്മിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ കുറേ റൂട്ട്സ് ഇങ്ങനെ ഒരേപോലുള്ള റൂട്ട്സ് റൈസ് ചെയ്ത് നിൽക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ചില പ്ലാന്റ്സിൽ, അതായത് നമ്മുടെ ആലില്ലേ, ബനിയൻ ട്രീ, അതുപോലെ മറ്റേ മണി പ്ലാന്റ് എന്ന് പറയുന്ന ചെടി അറിഞ്ഞൂടെ? അപ്പോൾ അതിലൊക്കെ റൂട്ട്സ് റാഡിക്കിളിൽ നിന്നല്ലാതെ മറ്റ് ചില ഭാഗത്തു നിന്നൊക്കെ റൈസ് ചെയ്യുന്നത് കാണാം. ഇൻ സം പ്ലാന്റ്സ് ലൈക്ക് ഗ്രാസ്, മോൺസ്റ്റീറ ആൻഡ് ബനിയൻ ട്രീ, റൂട്ട്സ് റൈസ് ഫ്രം ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അതർ ദാൻ ദ റാഡിക്കിൾ ആൻഡ് ആർ കാൾഡ് അഡ്വെൻറ്റീഷ്യസ് റൂട്ട്സ്. അപ്പോൾ റാഡിക്കിളിൽ നിന്നല്ലാതെ റൈസ് ചെയ്യുന്ന റൂട്ട്സിനെ അഡ്വെൻറ്റീഷ്യസ് റൂട്ട്സ് എന്നാണ് പറയുന്നത്. ആൽമരത്തിലൊക്കെ ഇങ്ങനെ താഴേക്ക് തൂങ്ങിയിറങ്ങുന്ന വേരുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് അഡ്വെൻറ്റീഷ്യസ് റൂട്ട്സ് എന്നാണ്. അത് റാഡിക്കിളിൽ നിന്നല്ല, അത് ബ്രാഞ്ചിൽ നിന്നൊക്കെയാണ് റൈസ് ചെയ്യുന്നത്, താഴേക്ക് ഇങ്ങനെ തൂങ്ങിയിറങ്ങുന്ന വേരുകൾ. അതിനെ അഡ്വെൻറ്റീഷ്യസ് റൂട്ട്സ്. അതുപോലെ മണി പ്ലാന്റിലൊക്കെ സ്റ്റെമ്മിൽ നിന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു വേരുകൾ വന്നിട്ട് അത് ഏത് മരത്തിലാണോ പടർന്നു പോകുന്നത് അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള വേരുകളെ നമ്മൾ അഡ്വെൻറ്റീഷ്യസ് റൂട്ട്സ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് റൂട്ട്സിൻ്റെ ഫങ്ഷനാണ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ റൂട്ട് സിസ്റ്റം ആർ absorption of water and minerals from the soil, providing a proper anchorage to the plant parts, storing reserve food material and synthesis of plant growth regulators. ഇനി റൂട്ടിൻ്റെ ഫങ്ഷനാണ്. നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ് റൂട്ട്സിൻ്റെ? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് അല്ലേ? അപ്പോൾ മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുക എന്നുള്ളതാണ് റൂട്ട്സിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രൊവൈഡിങ് എ പ്രോപ്പർ ആങ്കറേജ് ടു ദ പ്ലാന്റ് പാർട്സ്, മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത്, സസ്യഭാഗങ്ങളെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? വേരല്ലേ? അതുപോലെ സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ആൻഡ് സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽ, ചില റൂട്ട്സിൽ ആഹാരം സംഭരിച്ച് വയ്ക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ ചില പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും സിന്തസൈസ് ചെയ്യുന്നതിന് റൂട്ട്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് റൂട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് റീജിയൻസ് ഓഫ് റൂട്ട്. റൂട്ടിൻ്റെ സ്ട്രക്ചറാണ്. ദ റൂട്ട് ഈസ് കവേർഡ് അറ്റ് ദ അപ്പെക്സ് ബൈ എ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ കാൾഡ് റൂട്ട് ക്യാപ്പ്. ഇനി നമ്മൾ ഒരു റൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടൊരു ചെറിയ തൊപ്പി പോലൊരു ഭാഗം കാണാം. അതിനെ റൂട്ട് ക്യാപ്പ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വേർ തൊപ്പി അല്ലെങ്കിൽ റൂട്ട് ക്യാപ്പ് എന്ന് പറയും. എന്താണ് റൂട്ട് ക്യാപ്പിൻ്റെ ഫങ്ഷൻ? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ടെൻഡർ അപ്പെക്സ് ഓഫ് ദ റൂട്ട് ആസ് ഇറ്റ് മേക്സ് ഇറ്റ്സ് വേ ത്രൂ ദ സോയിൽ. അപ്പോൾ മണ്ണിലൂടെ ഇങ്ങനെ പെനട്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് റൂട്ട്സിൻ്റെ എന്താ പറയുക, ടെൻഡർ ടിഷ്യൂസിനൊന്നും കേടുപാട് സംഭവിക്കാതിരിക്കാൻ ആര് സഹായിക്കും? റൂട്ട് ക്യാപ്പ് സഹായിക്കും. എ ഫ്യൂ മില്ലിമീറ്റേഴ്സ് അബവ് ദ റൂട്ട് ക്യാപ്പ് ഈസ് ദ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഇനി റൂട്ട് ക്യാപ്പിന് തൊട്ട് മുകളിലായിട്ടുള്ള റീജിയനെ നമ്മൾ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയും. അറിയാലോ, മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാലോ, റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസ്, അതായത് വളരെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള സെൽസിനെയാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് ക്യാപ്പിന് തൊട്ട് മുകളിലുള്ള ഭാഗത്തെ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയും.
The cells of the region are very small, thin-walled and with dense protoplasm. They divide repeatedly. ഇതെന്ത് ചെയ്യുന്നു? വളരെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് അടുത്ത റീജിയനിലേക്ക് പോവുകയാണ്. The cells proximal to this region undergo rapid elongation and enlargement and are responsible for the growth of root in length. അപ്പോൾ റൂട്ടിന് നീളം വയ്ക്കാൻ സഹായിക്കുന്നത് ഈ സെല്ലുകളാണ്, മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്. ദിസ് റീജിയൻ ഈസ് കാൾഡ് റീജിയൻ ഓഫ് ഇലോങ്കേഷൻ. അപ്പോൾ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ്, ആ സെൽസിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും എന്ത് ചെയ്യാണ്? ഈ സെൽസ് ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ സെൽസ് എന്ന് പറയുന്നതിൻ്റെ മുകളിലേക്ക് നീക്കി വയ്ക്കുന്ന ആ സെല്ലുകളെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഇലോങ്കേറ്റ് ചെയ്യുന്നു, വളരുന്നു, നീളം വയ്ക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് റൂട്ടിൻ്റെ നീളം കൂടും. അപ്പോൾ ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന റീജിയൻ ഓഫ് ഇലോങ്കേഷൻ എന്നാണ്. The cells of elongation gradually differentiate and mature, and this zone proximal to region of elongation is called region of maturation. ഇനി region of elongation മുകളിലോട്ടുള്ള ഭാഗത്തെ region of maturation എന്ന് പറയും. From this region, some of the epidermal cells form very fine, delicate, thread-like structure called root hairs. ഇനി ഈ region of maturationൻ്റെ ആ ഭാഗത്തുണ്ടല്ലോ, അവിടെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള, ഡെലിക്കേറ്റ് മീൻസ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന, അതുപോലെ വളരെ നൂല് മാതിരിയുള്ള റൂട്ട് കാണാൻ പറ്റും. അതിനെ നമ്മൾ റൂട്ട് ഹെയർസ് എന്നാണ് പറയുന്നത്. ദീസ് റൂട്ട് ഹെയർസ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. യഥാർത്ഥത്തിൽ ഈ റൂട്ട് ഹെയർസാണ് എന്ത് ചെയ്യുന്നതെന്നറിയാവോ? മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് റൂട്ട് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ എന്നാണ്. റൂട്ടാണ് അല്ലെങ്കിൽ വേരാണ് മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ആരാണ്? റൂട്ട് ഹെയർസാണ്. ഓക്കെ, ദീസ് റൂട്ട് ഹെയർസ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ടാണ്. ഇനി റൂട്ട് മോഡിഫിക്കേഷൻ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ റൂട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. അതിനെ കൂടാതെ മറ്റു ചില ഫങ്ഷൻസും റൂട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രൊവൈഡിങ് ആങ്കറേജ് ടു പ്ലാന്റ് പാർട്സ്, അതുപോലെ സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽ, അല്ലേ? അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് രൂപപ്പെട്ടിട്ടുള്ള റൂട്ടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില മോഡിഫിക്കേഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. Roots in some plants change their shape and structure and become modified to perform functions other than absorption and conduction of water and minerals. അപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാൽ ജലവും ലവണവും വലിച്ചെടുത്ത് അതിനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ള ആ മെയിൻ ഫങ്ഷൻ കൂടാതെ മറ്റു ചില ഫങ്ഷൻസും നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂട്ടിൻ്റെ ഷേപ്പും സ്ട്രക്ചറും എല്ലാം മാറിയിട്ടുണ്ട്. They are modified for support, storage of food and respiration. ഇനി ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് സ്റ്റോറേജ് ഓഫ് ഫുഡ്, അതുപോലെ റൂട്ട്സ് ആർ മോഡിഫൈഡ് ഫോർ സപ്പോർട്ട്, ദെൻ റെസ്പിറേഷൻ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ ഒന്നാമത്തത് സ്റ്റോറേജ്. ടാപ്പ് റൂട്ട്സ് ഓഫ് ക്യാരറ്റ് ആൻഡ് ടർണിപ്പ് ആൻഡ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ ഗെറ്റ് സ്വളൻ ആൻഡ് സ്റ്റോർ ഫുഡ്. നിങ്ങൾക്കറിയാലോ ക്യാരറ്റ്, ടർണിപ്പ്, അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, ഇതിലെല്ലാം ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ്? റൂട്ടിലാണ്. മനസ്സിലായില്ലേ? ഇനി വേറെ എക്സാമ്പിൾ അറിയാവോ? മരച്ചീനിയിൽ റൂട്ടിലല്ലേ സ്റ്റോർ ചെയ്തേക്കുന്നത് ഫുഡ്? കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യണത് റൂട്ടിലാണ്. മനസ്സിലായി? ഇനി അടുത്തത് ബനിയൻ ട്രീ. നേരത്തെ ഞാൻ പറഞ്ഞു, ആൽമരത്തിൽ നിന്ന് ബ്രാഞ്ചസിൽ നിന്ന് താഴേക്ക് തൂങ്ങിയിറങ്ങുന്ന വേരുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ആ റൂട്ടുകളെ നമ്മൾ വിളിക്കുന്നത് പ്രോപ്പ് റൂട്ട്സ് എന്നാണ്. ദ ഹാങ്ങിങ് റൂട്ട്സ് ഓഫ് ബനിയൻ ട്രീ. ദ ഹാങ്ങിങ് റൂട്ട്സ് ഓഫ് ബനിയൻ ട്രീ ആർ കാൾഡ് പ്രോപ്പ് റൂട്ട്സ്. എന്താണ് ഫങ്ഷൻ? പ്രോപ്പ് റൂട്ടിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? അറിയാലോ, വലിയ മരമാണ് അല്ലേ, വലിയ വണ്ണം വയ്ക്കുന്ന, അതുപോലെ ബ്രാഞ്ചസൊക്കെയും നല്ല വണ്ണത്തിൽ പോകുന്നതാണ്. അപ്പോൾ ഇത് ഈ വേരുകൾ ബ്രാഞ്ചസിൽ നിന്ന് എറൈസ് ചെയ്ത് താഴെ മണ്ണിൽ വന്ന് മുട്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ആ ബ്രാഞ്ചസിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. അത് അടർന്ന് വീഴാതിരിക്കാൻ വേണ്ടി ബ്രാഞ്ചുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രോപ്പ് റൂട്ടിൻ്റെ ഫങ്ഷൻ. അതുപോലെ
The stems of maize and sugarcane have supporting roots coming out of the lower nodes of the stem. These are called stilt root. ഇനി നമ്മൾ ചോളം അതുപോലെ കരിമ്പൊക്കെ എടുത്തു കഴിഞ്ഞാലേ അതിൻ്റെ സ്റ്റെമ്മിൽ അവിടെ ആയിട്ട് ഇങ്ങനെ റൂട്ട്സ്, ചെറിയ റൂട്ട്സ് റൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കരിമ്പൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതിൻ്റെ ആ സ്റ്റെമ്മിൽ തന്നെ അവിടെ ആയിട്ട് നോഡ്സ് എന്ന് പറയും. നോഡ്സ് എന്ന് പറഞ്ഞാൽ ലീഫ് റൈസ് ചെയ്യുന്ന ഭാഗം. ആ നോഡ്സിൽ നിന്ന് ചെറിയ വേരുകൾ ഇങ്ങനെ റൈസ് ചെയ്യും. അതിനെ സ്റ്റിൽറ്റ് റൂട്ട് എന്നാണ് പറയുന്നത്. ദീസ് ആർ കാൾഡ് സ്റ്റിൽറ്റ് റൂട്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ പെർഫോം സപ്പോർട്ട്. അതും എന്ത് തന്നെയാണ് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റെമ്മിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മെയ്സൊക്കെ എന്ന് പറയുന്നത് അറിയാലോ, വളരെ കട്ടി കുറഞ്ഞ സ്റ്റെമ്മാണ്. അപ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ അത് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്റ്റിൽറ്റ് റൂട്ടിൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ പ്രോപ്പ് റൂട്ട് ഏതിലാണ്? ബനിയൻ ട്രീ. സ്റ്റിൽറ്റ് റൂട്ടിന് എക്സാമ്പിൾ മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, റെസ്പിറേഷന് സഹായിക്കുന്ന റൂട്ട്സ്. ഇൻ സം പ്ലാന്റ്സ് സച്ച് ആസ് റൈസോഫോറ growing in swampy areas, many roots come out of the ground and grow vertically upwards. Such roots are called nematophores, which helps to get oxygen for respiration. ഇനി നമ്മൾ കണ്ടൽ ചെടികളെന്ന് കേട്ടിട്ടുണ്ടോ? അത്തരത്തിലൊരു കണ്ടൽ ചെടിയാണ് റൈസോഫോറ എന്ന് പറയും. റൈസോഫോറ ഇതിൻ്റെ റൂട്ടെന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് മുകളിലേക്ക് വളരുന്ന റൂട്ടാണ്. റൈസോഫോറയുടെ റൂട്ട്സ് മുകളിലേക്ക് വളർന്നിട്ട് അതിൽ ചെറിയ സുഷിരങ്ങളുണ്ടാവും. ആ റൂട്ടുകളെ, അത്തരത്തിലുള്ള റൂട്ടുകളെ നമ്മൾ നിമാറ്റോഫോഴ്സ് എന്നാണ് പറയുന്നത്. ഈ നിമാറ്റോഫോഴ്സ് എന്തിനു സഹായിക്കുന്നറിയാവോ? ഓക്സിജൻ അബ്സോർവ് ചെയ്യാൻ സഹായിക്കും, ഫോർ റെസ്പിറേഷൻ. അപ്പോൾ ഇൻ സം പ്ലാന്റ്സ് സച്ച് ആസ് റൈസോഫോറ ഗ്രോയിങ് ഇൻ സ്വാമ്പി ഏരിയാസ് മെനി റൂട്ട്സ് കം ഔട്ട് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ഗ്രോ വെർട്ടിക്കലി അപ്വേർഡ്സ്. അപ്പോൾ ഈ റൂട്ടുകൾ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് വളരുന്നു. അങ്ങനെയുള്ള റൂട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂമാറ്റോഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ന്യൂമാറ്റോഫോഴ്സ്. ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ന്യൂമാറ്റോഫോഴ്സ്? ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് റൂട്ട് തീർന്നു. ഇനി അടുത്തത് സ്റ്റെമ്മാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ബാക്കി സ്റ്റെമ്മ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.